നമസ്തേ. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന്, അമ്പലത്തിനടുത്തായാലും അതല്ല വീട്ടിലായാലും നമുക്കെങ്ങനെ പൊങ്കാലയിടാം. രണ്ടാമതായി, ദേവിയോടുള്ള നമ്മുടെ പ്രാർത്ഥന നമുക്കെങ്ങനെ ഏറ്റവും മഹത്തരമാക്കാം. ഈ രണ്ട് കാര്യങ്ങളും വലിച്ചു നീട്ടാതെ വളരെ ലളിതമായി വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും മിസ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ക്ഷേത്രത്തിൽ നേരിട്ടെത്തി പൊങ്കാലയിടാൻ കഴിയാത്തവർക്ക് വളരെ ലളിതമായ നിഷ്ഠകളോടെ വീട്ടുമുറ്റത്തോ ഉചിതമായ സ്ഥലത്തോ പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. ഇതിനായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലാദ്യത്തേത് ബാഹ്യവും ആന്തരികവുമായ പരിശുദ്ധിയാണ്. അതിന്റെ ഭാഗമായി ആദ്യമേ വേണ്ടത് വീടും പരിസരവും ശുദ്ധിയാക്കുക എന്നുള്ളതാണ്. അടുത്തതായി ആന്തരികമായ പരിശുദ്ധിയാണ്. അതിന്റെ ഭാഗമാണ് വ്രതാനുഷ്ഠാനം. ഒട്ടുമിക്ക ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെ പൊങ്കാലയോടനുബന്ധിച്ച് വ്രതമെടുക്കുന്നതാണ് പതിവ്. കുറഞ്ഞത് 3 ദിവസമെങ്കിലും വ്രതമനുഷ്ഠിക്കുന്നതാണ് ഉത്തമം. അതിനും കഴിയാത്തവർ തലേദിവസം മുതലെങ്കിലും വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. കഴിയുന്നവർക്ക് കൂടുതൽ ദിവസങ്ങളാകാം. വ്രതകാലത്ത് മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കി സസ്യാഹാരം മാത്രം കഴിക്കുക. അതിനേക്കാൾ പ്രധാനമാണ് മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിലനിർത്തുക എന്നത്. പൊങ്കാലയുടെ തലേ ദിവസം ഒരിക്കൽ മാത്രം അരിയാഹാരം കഴിക്കുക എന്നതാണ് മറ്റൊരു രീതി. വീടിന്റെ മുറ്റത്ത് വൃത്തിയുള്ള സ്ഥലത്ത് അടുപ്പൊരുക്കുക. പുതിയ മൺകലം ഉപയോഗിക്കുന്നതാണ് ഉത്തമം. കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായി നിന്ന് പൊങ്കാലയിടാവുന്ന രീതിയിൽ വേണം അടുപ്പ് കൂട്ടാൻ. സൂര്യപ്രകാശം തട്ടുന്ന മുറ്റത്ത് അടുപ്പ് കൂട്ടുന്നതാണ് നല്ലത്. 3 കല്ലുകൾ ഉപയോഗിച്ച് അടുപ്പ് തയ്യാറാക്കാം. ഉണങ്ങിയ വിറകും ചിരട്ടയും ഇന്ധനമായി ഉപയോഗിക്കാം. അടുത്തതായി പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. അവ ഇന്നി പറയുന്നവയാണ്: പുതിയ മൺകലം, തവി, ഉണക്കലരി അഥവാ പൊങ്കാല അരി, ശർക്കര, നെയ്യ്, തേങ്ങ, ഏലക്ക, കശുവണ്ടി, ഉണക്കമുന്തിരി എന്നിവ. ഇതിലുപരിയായി വേണ്ടുന്ന സാധനങ്ങൾ പൊങ്കാല വിഭവങ്ങളെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നത് കൂടി കേട്ടിട്ട് ഉചിതമായ രീതിയിൽ തീരുമാനിക്കുക. ഇനി വേണ്ടത് തളിക്കാനുള്ള തീർത്ഥമാണ്. അത് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നുള്ളത് ലഭിക്കുമെങ്കിൽ വളരെ നല്ലത്. അതുപോലെ പ്രാർത്ഥനയോടുകൂടി വേണം പൊങ്കാല ഇടുവാൻ. വീട്ടിലായാലും അമ്പലമുറ്റത്തായാലും പൊങ്കാല ഇടുമ്പോഴുള്ള ഒരാളുടെ മനോഭാവം വളരെ പ്രധാനമാണ്. വളരെ ഭക്ത്യാദരവോടെ സമർപ്പണ ബുദ്ധിയോടെ വേണം പൊങ്കാല ഇടേണ്ടത്. ആ സമയം ദേവീമന്ത്രങ്ങളും ലളിതാ സഹസ്രനാമം തുടങ്ങിയവയും ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ഉദാഹരണത്തിന്, സർവമംഗല മാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന ദേവീമന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി നമുക്ക് പൊങ്കാല ഇടുന്നതിലേക്ക് കടക്കാം. ക്ഷേത്രത്തിൽ പണ്ടാര അടുപ്പിൽ തീ കത്തിക്കുന്ന അതേ സമയത്ത് തന്നെ വീട്ടിലും അടുപ്പിൽ തീ പകരാൻ ശ്രദ്ധിക്കുക. കലത്തിൽ വെള്ളമൊഴിച്ച് തിളച്ചു വരുമ്പോൾ അരിയിടുക. ശർക്കര പായസമോ വെള്ളച്ചോറോ മണ്ടപ്പുട്ടോ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കാം. പായസം തിളച്ചു തൂകുമ്പോൾ അത് കിഴക്ക് ദിക്കിലേക്കാണെങ്കിൽ ഐശ്വര്യമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യമായി കരുതപ്പെടുന്നത് ശർക്കര പായസമാണ്. ഉണക്കലരി, ശർക്കര, തേങ്ങാക്കൊത്ത്, നെയ്യ്, കദളിപ്പഴം, ഏലക്ക എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഭക്തർ ഏറ്റവും കൂടുതൽ അർപ്പിക്കുന്നതും ഇതാണ്. അരിയും വെള്ളവും മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന വിഭവമാണിത്. വെള്ള നിവേദ്യവും പായസത്തിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ്. അമ്മയുടെ പ്രിയപ്പെട്ട മറ്റൊരു വഴിപാടാണ് മണ്ടപ്പുറ്റ്. അരിപ്പൊടി, ശർക്കര, ചെറുപയർ എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. വിട്ടുമാറാത്ത തലവേദന പോലുള്ള രോഗങ്ങൾ മാറുന്നതിനായി ഭക്തർ ഈ വഴിപാട് പ്രത്യേകം നേരാറുണ്ട്. തവിട് കളയാത്ത ഉണക്കലരി കൊണ്ടുള്ള കടുംപായസം, തെരളി എന്നിവയും വഴിപാടായി അർപ്പിക്കാറുണ്ട്. നിങ്ങൾ ക്ഷേത്രത്തിനടുത്താണ് പൊങ്കാല ഇടുന്നതെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥം പൂജാരിമാർ മുഖേന പൊങ്കാല നിവേദിക്കുന്നതിനായി അവിടെ ലഭ്യമാക്കുന്നതാണ്. അതല്ല, നിങ്ങൾ വീട്ടിലാണ് പൊങ്കാല ഇടുന്നതെങ്കിൽ പൊങ്കാല തയ്യാറായ ശേഷം ക്ഷേത്രത്തിൽ പൂജാരിമാർ തീർത്ഥം തളിക്കുന്ന അതേ സമയത്ത് തന്നെ വീട്ടിലും പുഷ്പങ്ങളോ തുളസീദളമോ ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ നിന്നും ലഭ്യമാക്കിയിട്ടുള്ള തീർത്ഥമോ അല്ലെങ്കിൽ ശുദ്ധജലമോ തളിച്ച് ഭഗവതിയെ മനസ്സാ സ്മരിക്കുക. അറിഞ്ഞോ അറിയാതെയോ
പൊങ്കാല സമർപ്പണത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാപ്പാക്കി തന്റെ ഈ എളിയ പൊങ്കാല വഴിപാട് സ്വീകരിക്കണമേ എന്ന് കരുണാമയിയായ ദേവിയോട് അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം പൊങ്കാല സമർപ്പിക്കേണ്ടത്. അപ്പോഴാണ് പൊങ്കാല സമർപ്പണമെന്ന മഹനീയ കർമ്മം പൂർത്തിയാകുന്നത്. ദേവിക്ക് പൊങ്കാല സമർപ്പിക്കുന്നതുവരെ ആഹാരം കഴിക്കാതെ വ്രതം തുടരുന്നത് ഉത്തമമായി കരുതുന്നു. അതിനാൽ കഴിവതും പൊങ്കാല നിവേദിച്ച ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. എന്നാൽ സുഖമില്ലാത്തവരോ മരുന്ന് കഴിക്കുന്നവരോ ആണെങ്കിൽ അതിനനുസരിച്ച് ഭക്ഷണവും മരുന്നും കഴിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ പൊങ്കാലയിട്ട കലം വീണ്ടും പാചകത്തിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിൽ നല്ല ചെടികൾ നടുകയോ വൃത്തിയാക്കി സൂക്ഷിക്കുകയോ ചെയ്യാം. പൊങ്കാലയിടുമ്പോൾ അഗ്നിബാധ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുന്നതാണ് ഉത്തമം. പുല, വാലായ്മ തുടങ്ങിയ അശുദ്ധിയുള്ള സാഹചര്യങ്ങളിൽ പൊങ്കാലയിടരുത്. അവസാനമായി പൊങ്കാലയിടുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും പ്രാർത്ഥനയെയും കുറിച്ചുകൂടി വ്യക്തമാക്കിക്കൊള്ളട്ടെ. പൊങ്കാല എന്നത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് അതീവ ഭക്തിയോടെയുള്ള ആത്മസമർപ്പണമാണ്. അതിനാൽ വലിയ ആഡംബരങ്ങൾക്കുപരിയായി മനഃശുദ്ധിയും ഭക്തിയുമാണ് പ്രധാനം. ഓരോരുത്തരും പൊങ്കാല സമർപ്പണം നടത്തുന്നതിനു പിന്നിൽ പലപ്പോഴും ഭൗതികമായ പല ആഗ്രഹങ്ങളും ഉദ്ദേശ ലക്ഷ്യങ്ങളും ഉണ്ടാകാം. അതെല്ലാം സ്വാഭാവികമാണ്. നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും ആദിപരാശക്തിയായ ദേവിയോടല്ലാതെ മറ്റാരോടാണ് പറയുക? എന്നാൽ ഇതിനുമപ്പുറം പ്രാർത്ഥനയ്ക്ക് പിന്നിൽ ചില മഹത്തായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, ഒരാൾ തന്നെയും തന്റെ കുടുംബത്തെയും തനിക്കുള്ളതാകമാനവും ദേവിയുടെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ഞാൻ എന്നും എന്റേതെന്നുമുള്ളതെല്ലാം ദേവിക്ക് സമർപ്പിച്ച് തന്റെ അഹം ഒഴിവാക്കുകയും താൻ ദേവിയുടേതായി തീരുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന മഹത്തരമാക്കുന്നത്. ഒപ്പം തന്റെ സമസ്താപരാധങ്ങളും ക്ഷമിക്കണമേ എന്നും തനിക്ക് വിശുദ്ധിയിലേക്കുയരുവാൻ കൃപാമയിയായ അമ്മയുടെ അനുഗ്രഹാശിസുകൾ ലഭിക്കണമേ എന്നും കൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് ഭക്തി ശരിക്കും അതിന്റെ മഹനീയ ലക്ഷ്യത്തെ പ്രാപിക്കുന്നത്. സുഹൃത്തുക്കളെ, കൃപാമയിയായ ആറ്റുകാൽ ദേവിയുടെ കൃപാകടാക്ഷം നമുക്കെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും ലഭ്യമാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്തേ.